കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സോളിഡ്സിൻ്റെ ക്ലാസിഫിക്കേഷൻ, അതിൽ വരുന്ന ക്രിസ്റ്റലൈൻ സോളിഡ്സ്, അമോർഫസ് സോളിഡ്സ്, അവയുടെ പ്രത്യേകതകൾ, ഈ കാര്യങ്ങളെല്ലാം തന്നെ മനസ്സിലാക്കി. ഇനി നമ്മൾ സോളിഡ് സ്റ്റേറ്റ് എന്ന ചാപ്റ്ററിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളിലേക്ക് കടന്നു പോവുകയാണ്. അതിൽ കാര്യമായിട്ട് ഇനി നമ്മൾ അങ്ങോട്ട് ഡിസ്കസ് ചെയ്യുന്നത് ക്രിസ്റ്റലൈൻ സോളിഡ്സിനെ കുറിച്ചാണ്. അമോർഫസ് സോളിഡ്സിനെ കുറിച്ചിട്ടുള്ള ഡിസ്കഷൻ ഇനി നമുക്ക് കൂടുതലായിട്ടും നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യുന്നത് ക്രിസ്റ്റലൈൻ സോളിഡ്സിനെ കുറിച്ചാണ്. അവയുമായി ബന്ധപ്പെട്ട കുറേ ടേംസ് നമ്മളിനി പരിചയപ്പെടാൻ പോവുകയാണ്. അതിലൊന്നാമതാണ് ക്രിസ്റ്റലാറ്റിസ്. എന്താണ് ക്രിസ്റ്റലാറ്റിസ് എന്ന് ഇവിടെ എഴുതി വച്ചിട്ടുണ്ട്. The regular three-dimensional arrangement of constituent particles of a crystal in space is called crystal lattice or space lattice. അതായത് ഒരു ക്രിസ്റ്റലൈൻ സബ്സ്റ്റൻസിലെ പാർട്ടിക്കിൾസിൻ്റെ 3-dimensional അറേഞ്ച്മെൻറ്റിനെ വിളിക്കുന്ന പേരാണ് ക്രിസ്റ്റലാറ്റിസ്. ഇതാണ് ഇപ്പോൾ ഒരു ക്രിസ്റ്റലൈൻ സബ്സ്റ്റൻസിൻ്റെ കോൺസ്റ്റിറ്റ്യൂവൻറ്റ് പാർട്ടിക്കിൾസിനെയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഈ പാർട്ടിക്കിൾസിൻ്റെ അറേഞ്ച്മെൻറ്റിന് ഒരു പ്രത്യേക ക്രമമുണ്ട്. ഈ രീതിയിൽ പാർട്ടിക്കിൾസ് അറേഞ്ച് ചെയ്തിരിക്കുന്നതിന് പറയുന്ന പേരാണ് ക്രിസ്റ്റലാറ്റിസ്. അപ്പോൾ ഒരിക്കലും നമ്മൾ ഇങ്ങനെയുള്ള ഒരു ചിത്രം ഉപയോഗിച്ചിട്ടല്ല ക്രിസ്റ്റലാറ്റിസിനെ വിശദീകരിക്കുന്നത്. കുറച്ചും കൂടെ നിങ്ങൾക്ക് അത് വ്യക്തമാകുന്ന രീതിയിലുള്ള ചിത്രീകരണമുണ്ട്. നമുക്കതൊന്ന് കാണാം. ഇവിടെ ഇത് നമ്മളിപ്പം കണ്ടിട്ടുള്ള ചിത്രമാണിത്. ഇത് വെച്ചിട്ട് നമുക്കിതിൻ്റെ പ്രോപ്പർട്ടീസ് ഡിസ്കസ് ചെയ്യുക വളരെ പ്രയാസമാണ്. അതുകൊണ്ട് നമ്മൾ ഈ പാർട്ടിക്കിൾസിൻ്റെ ഇടയിലുള്ള സ്പേസൊക്കെ ഒന്ന് കൂട്ടിക്കൊണ്ട് നമ്മൾ ചിത്രീകരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയാണ് വരിക. ഇപ്പം നിങ്ങൾ ഈ പാർട്ടിക്കിൾസിൻ്റെ ഇടയിലുള്ള സ്പേസൊക്കെ നമുക്ക് കുറേ കൂടെ വലുതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഈ ഒരു ചിത്രീകരണത്തിനുള്ള കുഴപ്പം, ഇവിടെ നമുക്ക് ഇതിൻ്റെ ഒരു 3-dimensional ഫീലിംഗ് നമുക്ക് കിട്ടുന്നില്ല. അപ്പോൾ നമ്മൾ 3-dimensional ഫീലിംഗ് കിട്ടാൻ വേണ്ടിയിട്ട് ഈ പാർട്ടിക്കിൾസിന് ഇടയിലൊക്കെ തന്നെ സ്ട്രെയിറ്റ് ലൈൻസ് വരയ്ക്കും. ഇപ്പം നിങ്ങൾ കാണാം, സ്ട്രെയിറ്റ് ലൈൻ വരച്ച് വെച്ചിരിക്കുന്നത് കാണാം. അപ്പോൾ ഇങ്ങനെ വരച്ചിട്ടാണ് നമ്മൾ ഒരു ക്രിസ്റ്റലാറ്റിസ് സാധാരണഗതിയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് യഥാർത്ഥത്തിലുള്ള പാർട്ടിക്കിൾസിൻ്റെ അറേഞ്ച്മെൻറ്റ്. ഇത് നമുക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ചിത്രീകരിക്കുന്നു എന്നേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് യഥാർത്ഥത്തിലുള്ളത്. ഈ പാർട്ടിക്കിൾസൊക്കെ ശരിക്കുള്ള കാര്യങ്ങൾ ഈ പാർട്ടിക്കിൾസാണ്. അതിൻ്റെ ഇടയിലുള്ള വരകൾ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഈ ക്രിസ്റ്റലാറ്റിസിൻ്റെ 3-dimensional സെറ്റപ്പ് അല്ലെങ്കിൽ ആ ഒരു ഫീൽ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ശരി, നമുക്കിനി മറ്റു കാര്യങ്ങളിലേക്ക് പോവാം. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു ക്രിസ്റ്റലാറ്റിസിൻ്റെ പ്രധാനപ്പെട്ട ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ദി ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ക്രിസ്റ്റലാറ്റിസ് ആർ: ഈച്ച് പോയിന്റ് ഇൻ എ ലാറ്റിസ് ഈസ് കോൾഡ് ലാറ്റിസ് പോയിന്റ് ഓർ ലാറ്റിസ് സൈറ്റ്. അപ്പോൾ ഈ കാണിച്ചിരിക്കുന്ന ഓരോ കോൺസ്റ്റിറ്റ്യൂവൻറ്റ് പാർട്ടിക്കിളിനെയും നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? ലാറ്റിസ് പോയിന്റ്. അല്ലെങ്കിൽ അതിനെ വിളിക്കുന്ന മറ്റൊരു പേരാണെന്ത്? ലാറ്റിസ് സൈറ്റ്. അപ്പോൾ ഈ കാണിച്ചിരിക്കുന്നതൊക്കെ എന്താണ്? ഒരു ലാറ്റിസ് പോയിന്റ് ആണ്, അല്ലെങ്കിൽ ലാറ്റിസ് സൈറ്റ് ആണ്. ഇതൊക്കെ നമ്മുടെ ഈ ക്രിസ്റ്റലൈൻ സോളിഡ്സിനെ കുറിച്ച് പഠിക്കുന്ന സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്ന ചില ടെക്നിക്കൽ ടേംസ് ആണ് എന്ത്? ലാറ്റിസ് പോയിന്റ് ഓർ ലാറ്റിസ് സൈറ്റ്. Then next one, each point in a crystal lattice is represent one constituent particle which may be an ion, an atom or an ion. Each point in a crystal lattice represents one constituent particle which may be an atom, a molecule or an ion. ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കാം. ഈ കാണിച്ചിരിക്കുന്ന ഓരോ ലാറ്റിസ് പോയിന്റും ഒന്നുകിൽ ആറ്റങ്ങളാകാം, അല്ലെങ്കിൽ മോളിക്യൂൾസ് ആവാം, അതല്ലെങ്കിൽ അയോൺസ് ആവാം. ഇതാണ് ഇതിൻ്റെ ക്രിസ്റ്റലാറ്റിസിൻ്റെ സെക്കൻഡ് ക്യാരക്ടറിസ്റ്റിക് ആയിട്ട് പ്രോപ്പർട്ടി ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. Then the last one, lattice points are joined by straight lines to bring out the geometry of the lattice. നമ്മൾ കുറച്ച് മുൻപ് ഡിസ്കസ് ചെയ്തതാണ്. നമുക്ക് ഈ ഒരു വരകൾ എന്ന് പറയുന്നത്, ഈ ലൈൻസ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഉള്ളതല്ല, അതൊരു ഇമാജിനറിയാണ്. ഈ ലൈൻസിൻ്റെ ആവശ്യകത എന്ന് പറയുന്നത് നമുക്കൊരു 3-dimensional ഫീലിംഗ് കിട്ടുന്നതിന് വേണ്ടി മാത്രമാണ്. അപ്പോൾ ഇത്രയുമാണ് ക്രിസ്റ്റലാറ്റിസിൻ്റെ പ്രോപ്പർട്ടീസ് ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. ഇനി അടുത്ത് നോക്കാം നമുക്ക് എന്താണെന്നുള്ളത്.
There are only 14 possible three-dimensional lattices. These are called Bravis lattices. നമുക്ക് ഇന്ന് പരിചിതമായിട്ടുള്ളത് 14 ഇനം ലാറ്റിസസ് ആണ്. 14 ഇനം ക്രിസ്റ്റലാറ്റിസ് ആണ് നമുക്ക് ഇന്ന് പരിചയമുള്ളൂ. ഒരു കൂടുതലുണ്ടോയെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. നമുക്ക് 14 ഇനം ലാറ്റിസ് മാത്രമേ പരിചയമുള്ളൂ. ആ ലാറ്റിസുകളെ ഒന്നിച്ച് വിളിക്കുന്ന പേരാണെന്ത്? ബ്രവിസ് ലാറ്റിസ്. അപ്പം നമുക്കതൊന്ന് കാണാം. ഇതാണ് ബ്രവിസ് ലാറ്റിസ് എന്ന് പറയുന്നത്. അപ്പം അത് ഓരോന്നായിട്ട് എണ്ണി നോക്കിയാൽ നിങ്ങൾക്കറിയാം. ഇവിടെ നിങ്ങൾക്ക് കാണാം 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14. 14 structures are here. ഇവരെ ഒന്നിച്ച് വിളിക്കുന്ന പേരാണെന്ത്? ബ്രവിസ് ലാറ്റിസ്. ഇവരെ വിളിക്കുന്ന പേരാണ് ബ്രവിസ്. ഇനി നമുക്ക് ഓരോന്നായിട്ട് ഇങ്ങനെ നോക്കാം. ഇതാണ് ഇതിലെ ഒന്നാമത് സിമ്പിൾ ക്യൂബിക്, മറ്റൊന്ന് ബോഡി സെന്റേർഡ് ക്യൂബിക്, വേറൊന്ന് ഫേസ് സെന്റേർഡ് ക്യൂബിക്. ഇതൊക്കെ വിശദമായിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. ഇനിയുള്ളത് ഇതാണ് സിമ്പിൾ ടെട്രഗണൽ. അതിനെ വിളിക്കുന്ന പേരാണ് ബോഡി സെന്റേർഡ് ടെട്രഗണൽ. നെക്സ്റ്റ് വൺ ഓർത്തോറോംബിക്, സിമ്പിൾ ഓർത്തോറോംബിക്, ബോഡി സെന്റേർഡ് ഓർത്തോറോംബിക്, ബേസ് സെന്റേർഡ് ഓർ എൻ സെന്റേർഡ് ഓർത്തോറോംബിക്. This is face centered orthorhombic. Next type is monoclinic. ഇതിനെ വിളിക്കുന്ന പേരാണ് സിമ്പിൾ മോണോക്ലിനിക്. സിമ്പിൾ മോണോക്ലിനിക്. ഇതിനെ വിളിക്കുന്ന പേരാണ് ബേസ് സെന്റേർഡ് മോണോക്ലിനിക്. ഇതാണ് റോംബോഹീഡ്രൽ. റോംബോഹീഡ്രൽ. ഇതിനെ വിളിക്കുന്ന പേരാണ് ഹെക്സഗണൽ ട്രൈക്ലിനിക്. ഇങ്ങനെ നമുക്ക് 14 ഇനം ക്രിസ്റ്റലാറ്റിസുകൾ പരിചിതമാണ്. അവരെ വിളിക്കുന്ന പേരാണെന്ത്? ബ്രവിസ് ലാറ്റിസസ്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് ക്രിസ്റ്റലാറ്റിസ് എന്നുള്ള ഒരു ടോപ്പിക്കിൽ പഠിക്കാനുള്ളത്. ഇനി ഇതിൽ പരീക്ഷയ്ക്ക് വരുന്ന ചോദ്യങ്ങൾ ഇതാണ്. ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഇതാണ്. വാട്ട് യു മീൻ ബൈ ക്രിസ്റ്റലാറ്റിസ്? എന്താണ് ക്രിസ്റ്റലാറ്റിസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ അർത്ഥമാക്കുന്നത്? അല്ലെങ്കിൽ എന്താണ് സ്പേസ് ലാറ്റിസ്? അതിന് നിങ്ങൾക്ക് എളുപ്പത്തിൽ എഴുതാവുന്ന ഉത്തരം ഇത് തന്നെയാണ്. ദ റെഗുലർ three-dimensional arrangement of constituent particles of a crystal in space is called crystal lattice. ഇതൊരു 1 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് വരാവുന്നതാണ്. പിന്നെ ഇതിൽ നിന്ന് ചോദിക്കാവുന്ന ഒരു ചോദ്യം ഇതാണ്. വാട്ട് ആർ ദ ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ക്രിസ്റ്റൽ ലാറ്റിസ്? അപ്പം നിങ്ങൾക്കിതിലുള്ള ഈ 3 പോയിന്റിൽ 2 പോയിന്റെങ്കിലും പരീക്ഷയ്ക്ക് എഴുതാം. 1 മാർക്കോ 2 മാർക്കോ ആയിട്ട് അത് പരീക്ഷയ്ക്ക് വരാം. 2 മാർക്കായിട്ടാണ് കൂടുതൽ സാധ്യത. എന്തൊക്കെയാണത്? ഈച്ച് പോയിന്റ് ഇൻ എ ലാറ്റിസ് ഈസ് കോൾഡ് ലാറ്റിസ് പോയിന്റ് ഓർ ലാറ്റിസ് സൈറ്റ്. അങ്ങനെ ഒരു ചോദ്യം വേണമെങ്കിൽ ഫ്രെയിം ചെയ്യാം കേട്ടോ. വാട്ട് യു മീൻ ബൈ ലാറ്റിസ് പോയിന്റ്? അപ്പം നിങ്ങൾക്ക് ഈച്ച് പോയിന്റ് ഇൻ ക്രിസ്റ്റലാറ്റിസ് ഈസ് കോൾഡ് ലാറ്റിസ് പോയിന്റ്. ഇത് എഴുതാം. അങ്ങനെ ഒരു ചോദ്യം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. പിന്നെ ഇതിൻ്റെ മറ്റൊരു പ്രോപ്പർട്ടി, ഈച്ച് പോയിന്റ് ഇൻ ക്രിസ്റ്റലാറ്റിസ് റെപ്രസെന്റ് 1 കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾ വിച്ച് മേ ബി എൻ ആറ്റം, എ മോളിക്യൂൾ ഓർ അയോൺ. പിന്നെ ലാറ്റിസ് പോയിന്റ്സ് ആർ ജോയിൻഡ് ബൈ സ്ട്രേറ്റ് ലൈൻസ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് ചോദിക്കാവുന്നത്. പിന്നെ ചോദിക്കാവുന്നത് നെയിം ദ 14 പോസിബിൾ 3-dimensional ലാറ്റിസസ്. അങ്ങനെ ഒരു ചോദ്യം ഇതുവരെ വന്ന് കണ്ടിട്ടില്ല. ഓർ എക്സ്പ്ലെയിൻ ബ്രവിസ് ലാറ്റിസ്. ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ വരാം. അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ പേരുകളൊക്കെ എഴുതി വെക്കുക എന്നുള്ളത് മാത്രമാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ പേരുകളൊക്കെ നിങ്ങൾ ബൈഹാർട്ട് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ക്രിസ്റ്റലാറ്റിസ് എന്നുള്ള ഒരു ടോപ്പിക്കിൽ നിന്ന് പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ളത്. അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ വിളിച്ച് അന്വേഷിക്കണം. അടുത്തത് യൂണിറ്റ് സെൽ. എന്താണ് യൂണിറ്റ് സെൽ എന്ന് പറഞ്ഞാൽ? എ യൂണിറ്റ് സെൽ ഈസ് ദ സ്മോളസ്റ്റ് പോർഷൻ ഓഫ് എ ക്രിസ്റ്റൽ ലാറ്റിസ് വിച്ച് വെൻ റിപ്പീറ്റഡ് ഇൻ 3 dimension to generate an entire lattice or it is the building block of a crystal. ഇത് നമുക്ക് കുറച്ച് കാര്യമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യമാണ്. അപ്പോൾ ഇതൊരു ക്രിസ്റ്റൽ ലാറ്റിസ് ആണ്, നിങ്ങൾ കണ്ടതാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു അടിസ്ഥാന യൂണിറ്റ് എന്ന് പറയുന്നത്, ഒരു ബേസ് യൂണിറ്റ് എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള ഒരു ക്യൂബാണ്. ഈ ക്യൂബ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യും. ഇപ്പോൾ അവിടെ ഷെയ്ഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരു ക്യൂബ് കാണാം. ഈ ക്യൂബിൻ്റെ മറ്റൊരു ടൈപ്പാണിത്, വേറൊന്നാണിത്. അപ്പം ഇങ്ങനെയുള്ള ക്യൂബുകൾ റിപ്പീറ്റ് ചെയ്തിട്ടാണ് ഈ ക്രിസ്റ്റലാറ്റിസ്
മുഴുവനായിട്ടും രൂപപ്പെട്ടത്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. ഇപ്പോൾ ഇവിടെ തന്നെ എത്ര ക്യൂബുകളുണ്ട്? 1, 2, 3, 4, 5, 6, 7, 8 ക്യൂബുകളുണ്ട്. ഇനി ഒരു 8 എണ്ണം കൂടെ ചേർത്താൽ 16 ക്യൂബ്. പിന്നെയും ചേർത്താൽ അങ്ങനെ അങ്ങനെ ചേർത്ത് നമുക്ക് ഈ വലിയൊരു ക്രിസ്റ്റൽ ആക്കി ഇതിനെ മാറ്റിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ റിപ്പീറ്റിംഗ് യൂണിറ്റ് എന്ന് പറയുന്നത് ആരാണ്? ഈ ഒരു ക്യൂബാണ്. ഇങ്ങനെയുള്ള റിപ്പീറ്റിംഗ് യൂണിറ്റുകളെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? യൂണിറ്റ് സെൽ. Unit cell is the smallest portion of crystal lattice which when repeated in 3 dimension to generate an entire lattice. അപ്പോൾ ഒരു ലാറ്റിസ് ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് ഏതൊരു ഭാഗമാണോ മൾട്ടിപ്പിൾ ചെയ്യപ്പെടേണ്ടത്, റിപ്പീറ്റ് ചെയ്യപ്പെടേണ്ടത്, ആ ഒരു പോർഷനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? യൂണിറ്റ് സെൽ. ഇൻ ഷോർട്ട്, ഇറ്റ് ഈസ് ദ ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് ക്രിസ്റ്റൽ. ദാറ്റ് ഈസ് ഇനഫ്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ യൂണിറ്റ് സെല്ലുകളുടെ പ്രത്യേകതകളാണ്. എ യൂണിറ്റ് സെൽ ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ ഇറ്റ്സ് എഡ്ജ് ലെങ്ത് എ, ബി ആൻഡ് സി ആൻഡ് ആംഗിൾ ബിറ്റ്വീൻ ദ എഡ്ജസ് ആൽഫ, ബീറ്റ ആൻഡ് ഗാമ. അതായത് നമുക്ക് ഏതൊരു യൂണിറ്റ് സെല്ലിനെയും 6 കാര്യങ്ങളിലൂടെ ഡിഫൈൻ ചെയ്യാൻ പറ്റും. ഇപ്പം ഇത് അതിൻ്റെ വീതിയായിട്ട് നമുക്ക് എടുക്കാം എ. ഇത് നമുക്ക് ആ യൂണിറ്റ് സെല്ലിൻ്റെ നീളമായിട്ട് എടുക്കാം ബി. ഇത് നമുക്ക് ആ യൂണിറ്റ് സെല്ലിൻ്റെ ഹൈറ്റ് ആയിട്ട് എടുക്കാം. അപ്പോൾ ഈ 3 കാര്യങ്ങൾ. പിന്നെ നിങ്ങൾക്ക് 3 ആംഗിൾസ് കാണാം. എക്കും ബിക്കും ഇടയിൽ ഗാമ, ബിക്കും സിക്കും ഇടയിൽ ആൽഫ, സിക്കും എക്കും ഇടയിൽ ബീറ്റ. അപ്പോൾ ഇങ്ങനെ 3 നീളങ്ങളും 3 കോണുകളും 3 എഡ്ജ് ലെങ്ത്തും 3 ആംഗിൾസും ഇത് വെച്ചിട്ട് നമുക്ക് ഏതൊരു യൂണിറ്റ് സെല്ലിനെയും ഡിഫൈൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ 6 എണ്ണത്തെയാണ് നമ്മൾ 6 പാരാമീറ്റേഴ്സ് ഓഫ് യൂണിറ്റ് സെൽ എന്ന് വിളിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഒരു യൂണിറ്റ് സെല്ലിനെ ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ അറിയണം? എ അറിയണം, ബി അറിയണം, സി അറിയണം, ആൽഫ അറിയണം, ബീറ്റ അറിയണം, ഗാമ അറിയണം. ഈ 6 കാര്യങ്ങൾ അറിഞ്ഞാൽ നമുക്ക് ഏതൊരു യൂണിറ്റ് സെല്ലിനെയും ഡിഫൈൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. ഇനി ഈ യൂണിറ്റ് സെല്ലുകളെ നമ്മൾ പ്രധാനമായും 2ആയിട്ട് തിരിക്കാറുണ്ട്. യൂണിറ്റ് സെൽ ക്യാൻ ബി ബ്രോഡ്ലി ഡിവൈഡഡ് ഇൻറ്റു 2, പ്രിമിറ്റീവ് ആൻഡ് സെൻറ്റേർഡ് യൂണിറ്റ് സെൽ. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് യൂണിറ്റ് സെല്ലുകളെ കുറിച്ച് പഠിക്കാനുള്ളത്. ഇനി എന്തൊക്കെയാണ് പരീക്ഷയ്ക്ക് ഇതിൽ നിന്നും വരാൻ പോകുന്നത്? ഇതിൽ ഏറ്റവും കൂടുതലായിട്ട് ചോദിച്ചിട്ടുള്ള ചോദ്യം മിക്ക ക്വസ്റ്റ്യൻ പേപ്പറുകളിലും ഹാഫ് ഇയർലി, ക്വാർട്ടർലി, പബ്ലിക് ക്വസ്റ്റ്യൻ പേപ്പറുകളിലൊക്കെ കാണുന്നൊരു ചോദ്യമാണ് വാട്ട് യു മീൻ ബൈ യൂണിറ്റ് സെൽ. ഏറ്റവും ചുരുക്കിയിട്ട് നിങ്ങൾക്ക് പറയാവുന്ന കാര്യം ഇറ്റ് ഈസ് ദ ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് ക്രിസ്റ്റൽ ഓർ ഇറ്റ് ഈസ് ദ സ്മോളസ്റ്റ് റിപ്പീറ്റിംഗ് യൂണിറ്റ്. ഇങ്ങനെയൊക്കെ എഴുതിയാൽ മതി. പിന്നെ ചോദിക്കാവുന്നത് ഹൗ ക്യാൻ യു ഡിഫൈൻ എ യൂണിറ്റ് സെൽ? വി ക്യാൻ ഡിഫൈൻ എവറി യൂണിറ്റ് സെൽ വിത്ത് ദീസ് 6 പാരാമീറ്റേഴ്സ്. ഏതൊരു യൂണിറ്റ് സെല്ലിനെയും നമുക്ക് ഈ 6 പാരാമീറ്റേഴ്സ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും. എ, ബി, സി, ആൽഫ, ബീറ്റ ആൻഡ് ഗാമ. അപ്പോൾ ഇതാണ് ഇതിൽ നിന്ന് വരാവുന്ന 2ാമത്തെ ചോദ്യം. പിന്നെ ഇതിൽ നിന്ന് ചോദിക്കാവുന്ന ഒരു ചോദ്യം വാട്ട് ആർ ദ ടൈപ്സ് ഓഫ് യൂണിറ്റ് സെൽസ്? യൂണിറ്റ് സെൽസിൻ്റെ വ്യത്യസ്ത രൂപങ്ങൾ. 2 രൂപങ്ങളാണുള്ളത്, പ്രിമിറ്റീവും സെൻറ്റേർഡും. ഇതിനെക്കുറിച്ച് നമുക്ക് വിശദമായിട്ട് പഠിക്കാനുണ്ട്. ഇനി നമ്മൾ അവയെക്കുറിച്ചാണ് പഠിക്കാൻ വേണ്ടി പോകുന്നത്. ആദ്യമായിട്ട് primitive unit cells. In primitive unit cells, the constituent particles are present only at the corner of the unit cell. അപ്പോൾ ഇങ്ങനെയുള്ള യൂണിറ്റ് സെല്ലുകളുടെ പ്രത്യേകത അവയുടെ കോർണറിൽ മാത്രമേ പാർട്ടിക്കിൾസ് ഉണ്ടാവുള്ളൂ. അപ്പം നിങ്ങൾ ഈ യൂണിറ്റ് സെല്ല് നോക്കൂ, ഇതിൻ്റെ 8 കോർണറിൽ പാർട്ടിക്കിൾസിനെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇങ്ങനെ 8 കോർണറിൽ മാത്രമാണ് ഈ യൂണിറ്റ് സെല്ലിൽ പാർട്ടിക്കിൾസ് വരുന്നത്. അങ്ങനെയുള്ള യൂണിറ്റ് സെല്ലുകളെ വിളിക്കുന്ന പേരാണെന്ത്? പ്രിമിറ്റീവ് യൂണിറ്റ് സെൽ. അങ്ങനെയുള്ള 7 എണ്ണം നമുക്ക് പരിചിതമാണ്. അവയുടെ ചിത്രങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇതൊക്കെ ടെക്സ്റ്റ് ബുക്കിലുള്ള ചിത്രങ്ങൾ തന്നെയാണ്. അതിൽ 1ാമത്തെ വിളിക്കുന്ന പേരാണ് ക്യൂബിക് പ്രിമിറ്റീവ് യൂണിറ്റ് സെൽ. 2ാമത്തേതാണ് ടെട്രഗണൽ യൂണിറ്റ് സെൽ, ഓർത്തോറോംബിക് യൂണിറ്റ് സെൽ, മോണോക്ലിനിക് യൂണിറ്റ് സെൽ, ഹെക്സഗണൽ യൂണിറ്റ് സെൽ, റോംബോഹീഡ്രൽ യൂണിറ്റ് സെൽ, ട്രൈക്ലിനിക് യൂണിറ്റ് സെൽ. അപ്പോൾ ഇത്രയും ആണ് നിങ്ങൾക്ക് യൂണിറ്റ് സെല്ലുകളെ കുറിച്ച്, പ്രിമിറ്റീവ് യൂണിറ്റ് സെല്ലുകളെ കുറിച്ച് പഠിക്കാനുള്ളത്. ഇതിൽ നിന്നും വരാവുന്ന ഒരു ചോദ്യം വാട്ട് യു മീൻ ബൈ പ്രിമിറ്റീവ് യൂണിറ്റ് സെൽ?
Then what's the answer? Primitive unit cells are unit cells with constituent particles only at the corners of the unit cell. ഇപ്പം എന്താണ് അതിൻ്റെ മലയാളം? ഒരു യൂണിറ്റ് സെല്ലിൻ്റെ കോർണറിൽ മാത്രമാണ് പാർട്ടിക്കിൾസ് ഉള്ളതെങ്കിൽ അത്തരം യൂണിറ്റ് സെല്ലുകളെ വിളിക്കുന്ന പേരാണെന്ത്? പ്രിമിറ്റീവ് യൂണിറ്റ് സെൽ. ദെൻ വാട്ട് ആർ ദ ടൈപ്സ് ഓഫ് യൂണിറ്റ് സെൽസ്? പ്രിമിറ്റീവ് യൂണിറ്റ് സെൽ. ഇങ്ങനെ ഒരു ചോദ്യം വരാം. ഏതൊക്കെയാണ് പ്രിമിറ്റീവ് യൂണിറ്റ് സെല്ലിൻ്റെ ടൈപ്സ് എന്ന് ചോദിക്കാം. ആ സമയത്ത് നമുക്ക് ഈ പേരുകളൊക്കെ എഴുതി വെക്കാം. ക്യൂബിക്, ടെട്രഗണൽ, ഓർത്തോറോംബിക്, ട്രൈക്ലിനിക്, റോംബോഹീഡ്രൽ, എക്സഗണൽ, മോണോക്ലിനിക്, ഇങ്ങനെയൊക്കെ എഴുതിയേക്കാം. ഇതിൽ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത് എന്താണ് പ്രിമിറ്റീവ് യൂണിറ്റ് സെൽ എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇനി നമുക്ക് സെൻറ്റേർഡ് യൂണിറ്റ് സെല്ലിനെ കുറിച്ച് പഠിക്കാം. In centered unit cells, the constituent particles are present at the corners and other positions of the unit cells. അതായത് ഇത്തരം യൂണിറ്റ് സെല്ലുകളിൽ കോർണറിലും പാർട്ടിക്കിൾ ഉണ്ടാവും, യൂണിറ്റ് സെല്ലിൻ്റെ മറ്റ് പൊസിഷൻസിലും പാർട്ടിക്കിൾസ് ഉണ്ടാവും. അപ്പം നമുക്ക് കൂടുതലായിട്ട് വിശദമായിട്ട് ഇവയൊക്കെ പഠിക്കുന്നേരം നിങ്ങൾക്കത് നന്നായിട്ട് മനസ്സിലാവും. അപ്പം സെൻറ്റേർഡ് യൂണിറ്റ് സെൽസ് എന്ന് പറഞ്ഞാൽ അതിൽ കോർണറിലും പാർട്ടിക്കിൾ ഉണ്ടാവും, ഈ യൂണിറ്റ് സെല്ലിൻ്റെ മറ്റ് പോർഷൻസിലും പാർട്ടിക്കിൾസ് ഉണ്ടാവും. ഇതിനെ നമ്മൾ മൂന്നായിട്ട് തിരിക്കുന്നുണ്ട്. വാട്ട് ആർ ദ? ബോഡി സെൻറ്റേർഡ് യൂണിറ്റ് സെൽസ്, ഫേസ് സെൻറ്റേർഡ് യൂണിറ്റ് സെൽ ആൻഡ് എൻ സെൻറ്റേർഡ് യൂണിറ്റ് സെൽസ്. അപ്പോൾ ഇതിൽ നിന്നും നമുക്ക് വരാവുന്നൊരു ചോദ്യം, വാട്ട് യു മീൻ ബൈ സെൻറ്റേർഡ് യൂണിറ്റ് സെൽ ആൻഡ് വാട്ട് ആർ ദ ടൈപ്സ് ഓഫ് സെൻറ്റേർഡ് യൂണിറ്റ് സെൽസ്? ഇങ്ങനെ ചോദ്യങ്ങൾക്ക് സാധ്യതയുണ്ട്. അപ്പോൾ എന്താണ് സെൻറ്റേർഡ് യൂണിറ്റ് സെൽ എന്ന് പറഞ്ഞാൽ? സെൻറ്റേർഡ് യൂണിറ്റ് സെൽസ് ആർ യൂണിറ്റ് സെൽസ് വിത്ത് കോൺസ്റ്റിറ്റ്യൂവൻറ്റ് പാർട്ടിക്കിൾസ് ബോത്ത് അറ്റ് കോർണർ ആൻഡ് അതർ പൊസിഷൻസ് ഓഫ് യൂണിറ്റ് സെൽസ്. ഒരു യൂണിറ്റ് സെല്ലിൻ്റെ കോർണറിലും മറ്റു ഭാഗങ്ങളിലും കോൺസ്റ്റിറ്റ്യൂവൻറ്റ് പാർട്ടിക്കിൾസ് വരികയാണെങ്കിൽ അത്തരം യൂണിറ്റ് സെല്ലുകളെ വിളിക്കുന്ന പേരാണെന്ത്? സെൻറ്റേർഡ് യൂണിറ്റ് സെൽസ്. ദെൻ വാട്ട് ആർ ദ ടൈപ്സ് ഓഫ് സെൻറ്റേർഡ് യൂണിറ്റ് സെൽസ്? അങ്ങനത്തെ ചോദ്യം വന്നാൽ നിങ്ങൾക്ക് ഈ മൂന്ന് പേരുകൾ എഴുതി വെച്ചാൽ മതി. ബോഡി സെൻറ്റേർഡ് യൂണിറ്റ് സെൽ, ഫേസ് സെൻറ്റേർഡ് യൂണിറ്റ് സെൽ, എൻ സെൻറ്റേർഡ് യൂണിറ്റ് സെൽ. ഇനി നമുക്കിതിൽ ഓരോന്നിനെ കുറിച്ചും കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാം. അതിൽ ഒന്നാമത്തേതാണ് ബോഡി സെൻറ്റേർഡ് യൂണിറ്റ് സെൽ. ഇപ്പം നിങ്ങൾ ഇതിൻ്റെ ചിത്രം ഒന്ന് നോക്കൂ. അപ്പം തന്നെ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും. വളരെ എളുപ്പമാണ് ഇതെല്ലാം. In body-centered unit cells, the constituent particles are present at the body center and at the corners of the unit cell. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഇതിൻ്റെ 8 കോർണറുകളിൽ ഞാനിങ്ങനെ കാണിക്കുന്നുണ്ട്. ഈ 8 കോർണറിൽ പാർട്ടിക്കിൾസ് ഉണ്ട്. അപ്പോൾ എത്ര എണ്ണമായി? അത് കൂടാതെ മറ്റൊരു പാർട്ടിക്കിൾ കൂടി നിങ്ങൾക്ക് കാണാം. അതാ ഈ ഒരു പാർട്ടിക്കിൾ. ഇത് കോർണറിലല്ല, ഇത് യൂണിറ്റ് സെല്ലിൻ്റെ സെൻറ്ററിലാണ്, ബോഡി സെൻറ്ററിലാണ്. കണ്ടില്ലേ? ഇങ്ങനെ ബോഡി സെൻറ്ററിൽ ഒരു പാർട്ടിക്കിളും കോർണറുകളിൽ ആയി 8 പാർട്ടിക്കിളും വരുന്ന ഒരു യൂണിറ്റ് സെല്ലിനെ വിളിക്കുന്ന പേരാണെന്ത്? ബോഡി സെൻറ്റേർഡ് യൂണിറ്റ് സെൽ. അപ്പോൾ ബോഡി സെൻറ്റേർഡ് യൂണിറ്റ് സെൽസ് എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ മനസ്സിലാക്കുക? ദേ ആർ യൂണിറ്റ് സെൽസ് വിത്ത് പാർട്ടിക്കിൾ at the center of the unit cell and at the corners of the unit cell. In other words, in body-centered unit cells, the constituent particles are present at the body center and at the corners of the unit cell. അപ്പോൾ എവിടേക്ക് ഉണ്ടാവും? ബോഡി സെൻറ്ററിലും പാർട്ടിക്കിൾ ഉണ്ടാവും, അതിൻ്റെ കോർണറിലും പാർട്ടിക്കിൾ ഉണ്ടാവും. ഇങ്ങനെയുള്ളതിനെയാണ് നമ്മൾ ബോഡി സെൻറ്റേർഡ് യൂണിറ്റ് സെൽ എന്ന് വിളിക്കുന്നത്. ഇതിങ്ങനെ തന്നെ പരീക്ഷയ്ക്ക് ചോദിക്കാം. ഡിഫൈൻ ബോഡി സെൻറ്റേർഡ് യൂണിറ്റ് സെൽ. ബോഡി സെൻറ്റേർഡ് യൂണിറ്റ് സെൽസ് ആർ യൂണിറ്റ് സെൽസ് വിത്ത് കോർണർ പാർട്ടിക്കിൾസ് ആൻഡ് സെൻറ്റർ പാർട്ടിക്കിൾ. നെക്സ്റ്റ് വൺ ഈസ് ഫേസ് സെൻറ്റേർഡ് യൂണിറ്റ് സെൽ. ഇത് കുറച്ചുകൂടെ ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ചിത്രമാണ്, എന്നാലും നമുക്കത് മനസ്സിലാക്കാം. ഇതിൻ്റെ ഈ യൂണിറ്റ് സെല്ലിൻ്റെ കോർണറുകളിലേക്ക് നിങ്ങൾ ശ്രദ്ധിക്കുക. ആദ്യം കോർണറുകളിലേക്ക്, ഇതൊക്കെ അതിൻ്റെ കോർണറാണ്. ഈ കോർണറുകളിലൊക്കെ നിങ്ങൾക്ക് പാർട്ടിക്കിൾസിനെ കാണാം. കൂടാതെ അതിൻ്റെ ഓരോ ഫേസിലും, ഈ യൂണിറ്റ് സെല്ലിൻ്റെ ഓരോ ഫേസിലും, ഞാൻ ഓരോ ഫേസും കാണിക്കും. ഇതാണ് അതിൻ്റെ ഫസ്റ്റ് ഫേസാണിത്. അതിൻ്റെ മുഖം കാണുന്നില്ലേ നിങ്ങൾ? ഇങ്ങനെ നോക്കിയാൽ ഒരു ചതുരം, പിന്നെ ഇങ്ങനെ ഒരു ചതുരം, ഒരു സ്ക്വയർ, ഒരു ഫേസ്, സെക്കൻഡ് ഫേസ്, തേർഡ് ഫേസ്,
ഫോർത്ത് ഫേസ്. ഇതാ ഫോർത്ത് ഫേസ് ഇങ്ങനെ വരും. ഫോർത്ത് ഫേസ് ഇങ്ങനെ വരുന്നു. ഇതാണ് അതിൻ്റെ ഫിഫ്ത്ത് ഫേസ്, കണ്ടില്ലേ? പിന്നെ ഇതാണ് ലാസ്റ്റ് നമ്മുടെ സിക്സ്ത് ഫേസ്. ഇങ്ങനെ 6 ഫേസ് ഉണ്ട് നമ്മുടെ ഈ യൂണിറ്റ് സെല്ലിന്. ആ ഓരോ ഫേസിൻ്റെ സെൻറ്ററിലും ഇവിടെ ഒരു പാർട്ടിക്കിൾ, ഈ ഫേസിൽ ഇവിടെ ഒരു പാർട്ടിക്കിൾ, ഇവിടെ പാർട്ടിക്കിൾ, ഇങ്ങനെ ഓരോ സെൻറ്ററിലും ഫേസ് സെൻറ്ററിലും പാർട്ടിക്കിൾ, കൂടാതെ കോർണറിലും പാർട്ടിക്കിൾ. ഇങ്ങനെയുള്ള ഒന്നിനെയാണ് നമ്മൾ ഫേസ് സെൻറ്റേർഡ് യൂണിറ്റ് സെൽ എന്ന് വിളിക്കുന്നത്. അതിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇൻ ഫേസ് സെൻറ്റേർഡ് യൂണിറ്റ് സെൽസ് ദ കോൺസ്റ്റിറ്റ്യൂവൻറ്റ് പാർട്ടിക്കിൾസ് ആർ പ്രസൻറ്റ് at the center of each faces. Center of each faces, കണ്ടില്ലേ? ഓരോ ഫേസിൻ്റെയും സെൻറ്ററിൽ, ഓരോ ഫേസിൻ്റെയും സെൻറ്ററിൽ, ഓരോ ഫേസിൻ്റെയും സെൻറ്ററിൽ. ആൻഡ് അറ്റ് ദ കോർണർ ഓഫ് ദ യൂണിറ്റ് സെൽ, കൂടാതെ അതിൻ്റെ ഓരോ കോർണറിലും പാർട്ടിക്കിൾസ്. ഇങ്ങനെയുള്ള യൂണിറ്റ് സെല്ലുകളെ വിളിക്കുന്ന പേരാണ് ഫേസ് സെൻറ്റേർഡ് യൂണിറ്റ് സെൽസ്. അപ്പോൾ ഫേസ് സെൻറ്റേർഡ് യൂണിറ്റ് സെൽ എന്നാൽ എന്താണ്? അങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് വരാം. എക്സ്പ്ലെയിൻ ഫേസ് സെൻറ്റേർഡ് യൂണിറ്റ് സെൽ, ഡിഫൈൻ ഫേസ് സെൻറ്റേർഡ് യൂണിറ്റ് സെൽ, അങ്ങനെയൊക്കെ ചോദിച്ചാൽ ഈ ഒരു സെൻറ്റൻസ് എഴുതി വെച്ചാൽ മതി. ഇനി അടുത്തത് എൻ സെൻറ്റേർഡ് യൂണിറ്റ് സെൽസ്. ഇതാണ്. അപ്പം നിങ്ങൾ ആ ചിത്രവും ആ ഒരു സെൻറ്റൻസും ഒന്ന് വായിച്ചിട്ട് എന്താണ് അതൊന്നൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കൂ. In n-centered unit cells, the constituent particles are present at the center of any two opposite faces and at the corners of the unit cell. വളരെ എളുപ്പമാണ്. ഇവിടെ ഇതിൻ്റെ കോർണറിൽ നിങ്ങൾക്ക് പാർട്ടിക്കിൾസിനെ കാണാം. ഇത് കോർണറിൽ പാർട്ടിക്കിൾസ് ഉണ്ട്, കോർണറിൽ പാർട്ടിക്കിൾസ് ഉണ്ട്. അതോടൊപ്പം രണ്ട് ഓപ്പോസിറ്റ് ഫേസിൽ, എല്ലാ ഫേസിലും അല്ല കേട്ടോ, ഓപ്പോസിറ്റ് ഫേസിൽ മാത്രം, ഓപ്പോസിറ്റ് ഫേസിൽ എന്തുണ്ടാവുന്നു? അതിൻ്റെ സെൻറ്ററിൽ പാർട്ടിക്കിൾസിനെ കാണാൻ പറ്റുന്നു. അപ്പോൾ ഇങ്ങനെയുള്ളതിനെയാണ് നമ്മൾ എൻ സെൻറ്റേർഡ് യൂണിറ്റ് സെൽ എന്ന് വിളിക്കുന്നത്. ഇതൊരു നല്ലൊരു പരീക്ഷയ്ക്ക് നല്ലൊരു വിഭവം ഉള്ള സ്ഥലമാണ്. എക്സ്പ്ലെയിൻ ബോഡി സെൻറ്റേർഡ് യൂണിറ്റ് സെൽ, ഫേസ് സെൻറ്റേർഡ് യൂണിറ്റ് സെൽ, എൻ സെൻറ്റേർഡ് യൂണിറ്റ് സെൽ, അങ്ങനെ പരീക്ഷയ്ക്ക് ചോദിച്ച് കണ്ടിട്ടുണ്ട്. 3 മാർക്കായിരിക്കും. അപ്പോൾ ഓരോന്നിനെ കുറിച്ച് നിങ്ങൾ വിശദമായിട്ട് എഴുതേണ്ടതുണ്ട്. ഇപ്പോൾ ഈ വിശദം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ കാണിച്ചിരിക്കുന്ന കാര്യങ്ങൾ എഴുതി വെച്ചാൽ തന്നെ ധാരാളമായി. പിന്നെ നമുക്ക് 7 പ്രിമിറ്റീവ് യൂണിറ്റ് സെൽ ആൻഡ് ദർ പോസിബിൾ വേരിയേഷൻസ് ആസ് സെൻറ്റേർഡ് യൂണിറ്റ് സെൽസ്. അത് ഇതിനൊരു സമപ്പാണ്, അല്ലെങ്കിൽ ഒരു സമ്മറിയാണ്. നിങ്ങൾക്ക് നോക്കാം. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് 7 പ്രിമിറ്റീവ് യൂണിറ്റ് സെൽസ് ആണുള്ളത്. 7 ഇനം പ്രിമിറ്റീവ് യൂണിറ്റ് സെൽസ് ആണുള്ളത്. 7 ഇനം ശരിയല്ലേ? നോക്കൂ. 1, 2, 3, 4, 5, 6, 7 എണ്ണം. 1, 2, 3, 4, 5, 6, 7 പ്രിമിറ്റീവ് യൂണിറ്റ് സെൽസ്. അതിൻ്റെ വേരിയേഷൻസ് ആണിത്. വേരിയേഷൻസ് എത്രയുണ്ട്? 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14. ഇതിനെയാണ് നമ്മൾ ബ്രവിസ് ലാറ്റിസ് എന്ന് പറഞ്ഞത്. 14 ലാറ്റിസ്, ക്രിസ്റ്റൽ ലാറ്റിസ് നമ്മൾ പഠിച്ചല്ലോ. അപ്പോൾ ക്യൂബിക്കിൻ്റെ വേരിയേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ക്യൂബിക്ക് പ്രിമിറ്റീവ് ആയിട്ട് വരാം, ബോഡി സെൻറ്റേർഡ് ആയിട്ട് വരാം, ഫേസ് സെൻറ്റേർഡ് ആയിട്ട് വരാം. ടെട്രഗണൽ പ്രിമിറ്റീവും ബോഡി സെൻറ്ററും ആയിട്ടാണ് വരിക. ഓർത്തോറോംബിക് പ്രിമിറ്റീവ്, ബോഡി സെൻറ്റർ, ഫേസ് സെൻറ്റർ, എൻ സെൻറ്റേർഡ്, എല്ലാ വേരിയേഷനും വരുന്നൊരു ടൈപ്പ് ഓഫ് യൂണിറ്റ് സെല്ലാണിത് ഓർത്തോറോംബിക്. ഹെക്സഗണലിൽ പ്രിമിറ്റീവ് മാത്രം, റോംബോഹീഡ്രലിൽ പ്രിമിറ്റീവ് മാത്രം, മൊണോക്ലിനിക്കിൽ പ്രിമിറ്റീവും എൻ സെൻറ്റേർഡും ഉണ്ടാവും, ട്രൈക്ലിനിക്കിൽ പ്രിമിറ്റീവ് മാത്രം. ഇനി അവയുടെ 6 പാരാമീറ്റേഴ്സിൻ്റെ പ്രത്യേകതകളാണ്. ക്യൂബിക് ആണെങ്കിൽ A = B = C, ആൽഫ = ബീറ്റ = ഗാമ = 90 ഡിഗ്രി. അതിന് എക്സാമ്പിൾസ് ആണ് സോഡിയം ക്ലോറൈഡ്, സിങ്ക് ബ്ലെൻഡ്, കോപ്പർ. അതായത് ഇവിടെ ക്യൂബിക് ആവുമ്പം ഇപ്പം നമുക്ക് ക്യൂബിനെ കുറിച്ച് അറിയാം, അതിൻ്റെ നീളവും വീതിയും കനവും തുല്യമായിരിക്കും. A = B = C. പിന്നെ അതിൻ്റെ ആംഗിൾസ് എല്ലാം തന്നെ 90 ഡിഗ്രി ആയിരിക്കും. ഇതൊക്കെ നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചു വന്നതാണ് ക്യൂബിൻ്റെ പ്രത്യേകതകളായിട്ട്. ഇനി ടെട്രഗൺ ആവുന്ന സമയത്ത് A = B, നീളവും വീതിയും തുല്യമായിരിക്കും, ബട്ട് നോട്ട് ഈക്വൽ ടു C. അതിൻ്റെ കനം അല്ലെങ്കിൽ അതിൻ്റെ ഉയരം വ്യത്യസ്തമായിരിക്കും. പക്ഷെ ഇവിടെയും എല്ലാ ആംഗിളും 90 ഡിഗ്രി ആയിരിക്കും. ആൽഫ = ബീറ്റ = ഗാമ = 90 ഡിഗ്രി. അതിൻ്റെ എക്സാമ്പിൾസ് ആണ് വൈറ്റ് ടിന്ന്, സിങ്ക് ഡയോക്സൈഡ്, ടിൻ ഡയോക്സൈഡ്, ടൈറ്റാനിയം ഡയോക്സൈഡ്, കാൽഷ്യം സൾഫേറ്റ്. ഞാൻ ഒന്നുകൂടെ തെറ്റിപ്പോയിട്ടുണ്ട്, ഒന്നുകൂടെ വായിക്കാം. വൈറ്റ് ടിന്ന്, ടിൻ ഡയോക്സൈഡ്, ടൈറ്റാനിയം ഡയോക്സൈഡ്, കാൽഷ്യം സൾഫേറ്റ്.
ഓർത്തോറോംബിക്കിലേക്ക് വരുന്ന സമയത്ത് എ നോട്ട് ഈക്വൽ ടു ബി നോട്ട് ഈക്വൽ ടു സി, അതായത് നീളവും വീതിയും ഉയരവും തുല്യമല്ല, വ്യത്യസ്തമാണ്. എന്നാൽ ഇവിടെ എല്ലാ ആംഗിളും 90 ഡിഗ്രി ആയിരിക്കും. ആൽഫ ഈക്വൽ ടു ബീറ്റ ഈക്വൽ ടു ഗാമ ഈക്വൽ ടു 90 ഡിഗ്രി. അതിന് എക്സാമ്പിളാണ് റോംബിക് സൾഫർ, പൊട്ടാസ്യം നൈട്രേറ്റ്, ബേരിയം സൾഫേറ്റ്. അടുത്താണ് എക്സഗണൽ. എക്സഗണൽ പ്രിമിറ്റീവ് മാത്രമേ ഉള്ളൂ. എ ഈക്വൽ ടു ബി നോട്ട് ഈക്വൽ ടു സി, നീളവും വീതിയും തുല്യമാണ്, പക്ഷെ ഉയരം വ്യത്യസ്തമായിരിക്കും. ആൽഫ ഈക്വൽ ടു ബീറ്റ ഈക്വൽ ടു 90 ഡിഗ്രി, ഗാമ ഈക്വൽ ടു 120 ഡിഗ്രി. അതിന് എക്സാമ്പിൾ ആണ് ഗ്രാഫൈറ്റ്, സിങ്ക് ഓക്സൈഡ്, കാഡ്മിയം സൾഫൈഡ്. പിന്നെ റോംബോഹീഡ്രൽ. റോംബോഹീഡ്രൽ പ്രിമിറ്റീവ് ആണ്. എ ഈക്വൽ ടു ബി ഈക്വൽ ടു സി, അതായത് നീളവും വീതിയും ഉയരവും തുല്യമാണ്. ആൽഫ ഈക്വൽ ടു ബീറ്റ ഈക്വൽ ടു ഗാമ ബട്ട് നോട്ട് ഈക്വൽ ടു 90 ഡിഗ്രി. ആൽഫയും ബീറ്റയും ഗാമയും തുല്യമാണ്, പക്ഷേ അത് എന്തിനോട് ഈക്വൽ അല്ല, 90 ഡിഗ്രി അല്ല, മറ്റേതെങ്കിലും ഒരു അളവായിട്ട് വരും. പിന്നെയുള്ളതാണ് കാൽസൈറ്റ്. അതിന് എക്സാമ്പിളാണ് കാൽസൈറ്റ്, കാൽഷ്യം കാർബണേറ്റ്, മെർക്കുറിക് സൾഫൈഡ്, സിന്നബർ. പിന്നെയുള്ളത് മോണോക്ലിനിക്. മോണോക്ലിനിക്കിൽ എ നോട്ട് ഈക്വൽ ടു ബി നോട്ട് ഈക്വൽ ടു സി, ആൽഫ ഈക്വൽ ടു ഗാമ ഈക്വൽ ടു 90 ഡിഗ്രി, ബീറ്റ നോട്ട് ഈക്വൽ ടു 90 ഡിഗ്രി. ഇതിന് എക്സാമ്പിൾ ആണ് മോണോക്ലിനിക് സൾഫർ, സോഡിയം സൾഫേറ്റ്. പിന്നെയുള്ളത് ട്രൈക്ലിനിക്. എ നോട്ട് ഈക്വൽ ടു ബി നോട്ട് ഈക്വൽ ടു സി, ആൽഫ നോട്ട് ഈക്വൽ ടു ബീറ്റ നോട്ട് ഈക്വൽ ടു ഗാമ നോട്ട് ഈക്വൽ ടു 90 ഡിഗ്രി. ഇവിടെ നീളവും വീതിയും ഉയരവും തുല്യമല്ല, പക്ഷെ അതേപോലെ തന്നെ അവയുടെ ആംഗിളും പരസ്പരം തുല്യമല്ല, 90 ഡിഗ്രിയോട് 90 ഡിഗ്രിയോട് ഈക്വൽ അല്ല. അതിന് ഉദാഹരണമാണ് പൊട്ടാസ്യം ഡൈക്രോമേറ്റ്, കോപ്പർ സൾഫേറ്റ്, H3BO3, ബോറിക് ആസിഡ്. അപ്പം ഇത്രയുമാണ് നമുക്ക് 7 പ്രിമിറ്റീവ് യൂണിറ്റ് സെൽസ് എന്നുള്ള രീതിയിൽ പഠിക്കാനുള്ളത്. ഇനി നമ്മൾ ഇതിൻ്റെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു പോർഷനിലേക്ക് പോവുകയാണ്. അതാണ് നമ്പർ ഓഫ് ആറ്റംസ് ഇൻ എ യൂണിറ്റ് സെൽ. നമ്പർ ഓഫ് ആറ്റംസ് ഇൻ എ യൂണിറ്റ് സെൽ. ഇത് പരീക്ഷയ്ക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയ ആണ്. നന്നായിട്ട് നിങ്ങൾ മനസ്സിലാക്കുകയും വേണം. അപ്പം നമുക്ക് ആദ്യമായിട്ട് ഒരു സിമ്പിൾ ക്യൂബിക് യൂണിറ്റ് സെല്ലിൽ എത്ര പാർട്ടിക്കിൾസ് ഉണ്ടെന്ന് നോക്കാം. ഇതാണ് സിമ്പിൾ ക്യൂബിക് യൂണിറ്റ് സെൽ. സിമ്പിൾ ക്യൂബിക് യൂണിറ്റ് സെൽ. ഇപ്പം ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, ഈ യൂണിറ്റ് സെല്ലിൽ എത്ര പാർട്ടിക്കിൾസ് ഉണ്ട്? അപ്പം നിങ്ങൾ വിചാരിക്കുന്നത് എന്തൊരു ചോദ്യമാണ്, എത്ര എളുപ്പത്തിൽ പറയാം. 1, 2, 3, 4, 5, 6, 7, 8 പാർട്ടിക്കിൾസ്. ഏതൊരു പെട്ടെന്ന് ആരോട് ചോദിച്ചാലും ഈ ഒരു ആൻസറാണ് ഉണ്ടാവുക. ഇനി ഞാൻ നിങ്ങൾക്ക് മറ്റൊരു ചിത്രം പരിചയപ്പെടുത്താം. നിങ്ങൾ നോക്കൂ, ഇത് ഒരു യൂണിറ്റ് സെല്ലാണെങ്കിൽ ഇവിടെ ഞാൻ 8 യൂണിറ്റ് സെല്ലുകൾ കാണിച്ചിട്ടുണ്ട്. 1, 2, 3, 4, 5, 6, 7, 8 യൂണിറ്റ് സെൽ കാണുന്നില്ലേ? നിങ്ങൾ 8 യൂണിറ്റ് സെൽ കാണുന്നില്ലേ? ആ 8 യൂണിറ്റ് സെല്ലിലുള്ള ഒരു പാർട്ടിക്കിളിനെയാണ് ഞാൻ ഈ കാണിച്ചിരിക്കുന്നത്. അപ്പം നിങ്ങൾ നോക്കൂ, ഈ ഒരു പാർട്ടിക്കിൾ എന്ന് പറയുന്നത് ഈ 8 യൂണിറ്റ് സെല്ലുകൾക്കും അവകാശപ്പെട്ടതാണ്. അതേപോലെയാണ് ഇവിടെയും. ഈ ഒരു പാർട്ടിക്കിൾ എന്ന് പറയുന്നത് ഈ യൂണിറ്റ് സെല്ലിൻ്റെത് മാത്രമല്ല, ഇതേപോലെയുള്ള ഇങ്ങോട്ടുള്ളൊരു യൂണിറ്റ് സെൽ ഉണ്ടാവും, അതിൻ്റെതാണ്. മേലോട്ടൊരു യൂണിറ്റ് സെൽ ഉണ്ടാവും, അതിൻ്റെതാണ്. ഇവിടേക്കൊരു യൂണിറ്റ് സെൽ ഉണ്ടാവും. ഇങ്ങനെ ഈ കാണിച്ചിരിക്കുന്ന ഓരോ യൂണിറ്റ് സെല്ലും ഓരോ പാർട്ടിക്കിളും, ഇങ്ങനെ കാണിച്ചിരിക്കുന്ന ഓരോ പാർട്ടിക്കിളും 8 യൂണിറ്റ് സെല്ലുകൾക്ക് അവകാശപ്പെട്ടതാണ്. അപ്പം നമുക്ക് ഈ ഒരു പാർട്ടിക്കിളിനെ പൂർണ്ണമായിട്ടും ഈ യൂണിറ്റ് സെല്ലിൻ്റെതായിട്ട്, ഇതിൽ ഒരു പാർട്ടിക്കിളിനെ നമുക്ക് പൂർണ്ണമായിട്ടും ഈ ഒരു യൂണിറ്റ് സെല്ലിൻ്റെ ഭാഗമായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല. ഇതിനൊക്കെ തന്നെ മറ്റ് അവകാശികളുണ്ട്. അപ്പം നമ്മൾ എങ്ങനെയാണ് ഒരു യൂണിറ്റ് സെല്ലിലെ പാർട്ടിക്കിൾസിൻ്റെ എണ്ണം കണ്ടുപിടിക്കുക? അപ്പം നമുക്ക് അതിന് അടുത്തൊരു ചിത്രം പരിശോധിക്കാവുന്നതാണ്. അപ്പം നിങ്ങൾ നോക്കൂ, ഇത് നമ്മൾ ഈ യൂണിറ്റ് സെല്ലിൻ്റെ മറ്റൊരു രീതിയിൽ ചിത്രീകരിച്ചതാണ്. ഈ യൂണിറ്റ് സെല്ലിൻ്റെ ഇത്രയും പോർഷനാണ്, ഈ ഒരു കാണിച്ചിരിക്കുന്ന ഭാഗം മാത്രമാണ് യഥാർത്ഥത്തിൽ ഈ യൂണിറ്റ് സെല്ലിന് കിട്ടുന്നത്. ഈ കാണിച്ചിരിക്കുന്ന ഒരു പാർട്ടിക്കിൾ, ഇത് പൂർണ്ണമായിട്ടും ഈ യൂണിറ്റ് സെല്ലിന് കിട്ടുന്നില്ല, ഇത്ര ഭാഗമേ കിട്ടുള്ളൂ. ഈ ഒരു പാർട്ടിക്കിൾ എടുക്കുകയാണെങ്കിൽ ഇത്ര മാത്രമേ കിട്ടുള്ളൂ. ഈ ഒരു പാർട്ടിക്കിൾ എടുക്കുകയാണെങ്കിൽ അവിടെ അത്ര വ്യക്തമല്ല, എന്നാലും നിങ്ങൾക്ക് കാണാം ഇത്രയേ കിട്ടുള്ളൂ. അപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇതിലുള്ള ഓരോ പാർട്ടിക്കിളിൻ്റെയും സ്ഥിതി എന്ന് പറഞ്ഞാൽ 8 യൂണിറ്റ് സെല്ലുകളുടെ ഭാഗമായിട്ടാണത് വരുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു യൂണിറ്റ് സെല്ലിന് ഈ ഒരു പാർട്ടിക്കിളിൻ്റെ 8/1 മാത്രമാണ് കിട്ടുക. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? ഇവിടെ ഇരിക്കുന്ന ഈ ഒരു പാർട്ടിക്കിൾ എന്ന് പറയുന്നത് 8 യൂണിറ്റ് സെല്ലുകളിലേക്ക് ഷെയർ ചെയ്ത് പോകുന്നതാണ്.
അപ്പോൾ ആ 8 യൂണിറ്റ് സെല്ലുകളിലെ ഒരു ഭാഗം മാത്രമേ ഈ യൂണിറ്റ് സെല്ലിന് കിട്ടുള്ളൂ. ഈ പാർട്ടിക്കിളിൻ്റെ 8-1, അതായത് 1/8. അപ്പോൾ എത്ര 1/8 ഉണ്ടെന്ന് നോക്കൂ ഇവിടെ. 1, 2, 3, 4, 5, 6, 7, 8. അപ്പോൾ 8 1/8. അപ്പോൾ എത്രയായി? ആകെ എത്രയായി? 1/8 പ്ലസ് 1/8 പ്ലസ് 1/8. ഇങ്ങനെ 8 പ്രാവശ്യം എഴുതിയിട്ട് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അത് 1 ആയിരിക്കും. അതായത് ചുരുക്കി പറയുകയാണെങ്കിൽ 1/8 × 8 = 1. അപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കുറച്ചുകൂടെ വ്യക്തമാകുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ചെറിയൊരു റൈറ്റപ്പ് ആയിട്ട് ഇവിടെ കൊടുക്കുന്നുണ്ട്. അതൊന്ന് വായിച്ചു നോക്കൂ നിങ്ങൾ. ഹിയർ ആറ്റംസ് ആർ പ്രസൻറ്റ് ഓൺലി അറ്റ് ദ കോർണേഴ്സ് ഓഫ് ദ ക്യൂബ്. ഈച്ച് കോർണർ ആറ്റം ഈസ് ഷെയർഡ് ബൈ 8 യൂണിറ്റ് സെൽ. ഞാൻ പറഞ്ഞു കഴിഞ്ഞതാണ്. ഒരു ഈ സിമ്പിൾ ക്യൂബിക് യൂണിറ്റ് സെല്ലിൽ 8 കോർണർ പാർട്ടിക്കിൾസ് ആണ് ഉണ്ടാവുക. ഓരോ കോർണർ പാർട്ടിക്കിളും 8 യൂണിറ്റ് സെല്ലിനാൽ ഭാഗിക്കപ്പെട്ടതാണ്, അല്ലെങ്കിൽ ഓരോ കോർണർ പാർട്ടിക്കിളും 8 യൂണിറ്റ് സെല്ലുകൾക്ക് അവകാശപ്പെട്ടതാണ്. Therefore, contribution to one unit cell, അതായത് ഒരു പാർട്ടിക്കിളിന്റെ എത്ര ഭാഗമാണ് ഒരു യൂണിറ്റ് സെല്ലിന് കിട്ടുന്നതെന്നാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/8. Since each unit cell has 8 atoms at the corners, the total number of atoms in one unit cell equal to 8 × 1/8 = 1. അപ്പം പറഞ്ഞത് മനസ്സിലായില്ലേ? അതായത് ഇങ്ങനെയുള്ള 8 യൂണിറ്റ് സെല്ലുകളുടെ 8 പാർട്ടിക്കിൾസിൻ്റെ 1/8 പോർഷൻസ് 8 അവിടെ ഉണ്ടാവും. ഞാൻ പറഞ്ഞ് നിങ്ങൾക്ക് ഭയങ്കര കൺഫ്യൂഷനായ ഒന്നുകൂടെ ശ്രദ്ധിക്കുക. ഇവിടെ 8 കോർണർ പാർട്ടിക്കിൾസ് ഉണ്ട്, പക്ഷെ അതിൻ്റെ മുഴുവൻ ഭാഗവും ഈ യൂണിറ്റ് സെല്ലിന് കിട്ടുന്നില്ല. അതിൻ്റെ 1/8 ഭാഗം മാത്രമാണ്, 1/8 പോർഷൻ മാത്രമാണ് ഈ യൂണിറ്റ് സെല്ലിന് കിട്ടുന്നത്. അപ്പോൾ അങ്ങനെയുള്ള 8 1/8 പോർഷൻസ് ഉണ്ടാവും. അപ്പോൾ അതിനെ നമ്മൾ മൊത്തത്തിലെടുത്താൽ എത്ര പാർട്ടിക്കിൾസ്? 8 × 1/8 = 1. അപ്പോൾ ഇത്രയുമാണ് പ്രിമിറ്റീവ് യൂണിറ്റ് സെല്ലിൻ്റെ നമ്പർ എന്ന്, പാർട്ടിക്കിൾസിൻ്റെ എണ്ണം എന്ന് പറയുന്നത്. ഇത് പരീക്ഷയ്ക്ക് ഒരു 2 മാർക്ക് ചോദ്യമായിട്ട് വരാവുന്നതാണ്. കാൽക്കുലേറ്റ് ദ നമ്പർ ഓഫ് കാൽക്കുലേറ്റ് ദ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഇൻ പ്രിമിറ്റീവ് യൂണിറ്റ് സെൽ. അപ്പോൾ നിങ്ങൾ ഇത് എഴുതി വെച്ചാൽ മതി. ഈ കാണുന്നതാണ് ആൻസർ ആയിട്ട് നിങ്ങൾ എഴുതേണ്ടത്. ക്ലിയർ ആയല്ലോ? ഇനി നമ്മൾ അടുത്തതും കൂടെ കാണുമ്പോൾ, അടുത്ത 2 എണ്ണം കൂടെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കുറേം കൂടെ വ്യക്തത വരും. ഇനി നമുക്ക് ബോഡി സെൻറ്റേർഡ് നോക്കാം. ബോഡി സെൻറ്റേർഡ് ഒന്ന് വായിച്ചു നോക്കൂ. Here the particles are present at the corner of the cube and also one atom at the body center. ഇത് നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. ഇവിടെ നമുക്ക് കോർണറിൽ പാർട്ടിക്കിൾസിനെ കാണാം. കോർണറിൽ നിങ്ങൾക്ക് ഇങ്ങനെ പാർട്ടിക്കിൾസിനെ കാണാം, കാണുന്നില്ലേ? അതോടൊപ്പം തന്നെ ബോഡി സെൻറ്ററിലും ഒരു പാർട്ടിക്കിളിനെ കാണാം. കോർണർ പാർട്ടിക്കിൾസിൻ്റെ കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 8 × 1/8 = 1. കോർണറിലുള്ള പാർട്ടിക്കിൾസ് ഇതാ ഒരു 1/8, 1/8, 1/8, 1/8, 1/8, 1/8, 1/8. ഒരു 1/8നെ നമ്മൾ കാണുന്നില്ല. അങ്ങനെ 8 1/8കൾ. അപ്പോൾ 8 × 1/8 = 1. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ബോഡി സെൻറ്ററിലുള്ള ഈ ഒരു പാർട്ടിക്കിൾ അത് മറ്റൊരു യൂണിറ്റ് സെല്ലുമായിട്ട് ഷെയർ ചെയ്യപ്പെടുന്നില്ല. അത് ഈ യൂണിറ്റ് സെല്ലിൻ്റെത് മാത്രമാണ്, അത് ഇതിൻ്റെ സ്വന്തമാണ്. അപ്പോൾ ഇത് ഈ ഒരു യൂണിറ്റ് സെൽ എന്ന് പറഞ്ഞാൽ ഈ ഒരു പാർട്ടിക്കിൾ എന്ന് പറയുന്നത് ഈ യൂണിറ്റ് സെല്ലിൻ്റേത് മാത്രമാണ്. അപ്പം നമുക്ക് പറയാൻ പറ്റും ഇതിൽ എത്ര പാർട്ടിക്കിൾസ് ഉണ്ടാവും? കോർണറിൽ നിന്നും കിട്ടുന്ന 1, ബോഡി സെൻറ്ററിലുള്ള 1, ദാറ്റ് ഈസ് ഈക്വൽ ടു 2. അപ്പം ഇതും പരീക്ഷയ്ക്ക് ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ്. കാൽക്കുലേറ്റ് ദ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഇൻ ബോഡി സെൻറ്റേർഡ് ക്യൂബിക് യൂണിറ്റ് സെൽ. അപ്പം നിങ്ങൾ ഇത്രയും കാര്യങ്ങളാണ് അതിനു വേണ്ടിയിട്ട് ആൻസറായിട്ട് നിങ്ങൾ എഴുതി വെക്കേണ്ടത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഫേസ് സെൻറ്റേർഡ് ക്യൂബിക് യൂണിറ്റ് സെല്ലാണ്. ഇത് കുറച്ചൊരു നന്നായിട്ട് ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഇതാണ് ഫേസ് സെൻറ്റേർഡ് ക്യൂബിക് യൂണിറ്റ് സെൽ. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത നമ്മൾ മുൻപ് ഡിസ്കസ് ചെയ്തതാണ്. ഇതിന് കോർണറിൽ പാർട്ടിക്കിൾസ് ഉണ്ട്, അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഓരോ ഫേസിലും പാർട്ടിക്കിൾസ് ഉണ്ട്. അപ്പോൾ ഈ കോർണർ പാർട്ടിക്കിൾസ് 8 യൂണിറ്റ് സെല്ലുകളുമായിട്ട് ഷെയർ ചെയ്ത് പോകും. അപ്പം അങ്ങനെയുള്ള 1/8 പോർഷൻസ് 8 എണ്ണം ഉണ്ടാവും. 1, 2, 3, 4, 5, 6, 7, 1 നമ്മൾ കാണുന്നില്ല. അങ്ങനെ 8 1/8 പോർഷൻസ്. പിന്നെയുള്ളത് എന്താണ്? ആ 8 1/8 പോർഷൻസ് ചേർന്നാൽ ഒരു പാർട്ടിക്കിളിൻ്റെ ഗുണം കിട്ടും. പിന്നെയുള്ളത് ഇതിൻ്റെ ഫേസ് പാർട്ടിക്കിൾസ് ആണ്. അപ്പം അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് ഇവിടെ വരയ്ക്കാം. ഇതാണ് ഒരു ഫേസ് പാർട്ടിക്കിൾ, നിങ്ങൾക്ക് കാണാം. ഇതൊരു ഫേസ് പാർട്ടിക്കിളാണ്. ഈ പാർട്ടിക്കിളുടെ പ്രത്യേകത, ഇത് 2 യൂണിറ്റ് സെല്ലുകൾക്ക്
ഷെയർ ചെയ്യപ്പെടുന്നതാണ്. അപ്പോൾ ഇതൊരു യൂണിറ്റ് സെല്ലാണ്, ഇത് മറ്റൊരു യൂണിറ്റ് സെല്ലാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു പകുതി ഈ യൂണിറ്റ് സെല്ലിനും അടുത്ത പകുതി അടുത്ത യൂണിറ്റ് സെല്ലിനും കിട്ടും. അപ്പോൾ ഓരോ ഫേസ് പാർട്ടിക്കിളിൻ്റെയും പകുതി വീതം ആർക്ക് കിട്ടും? ഒരു യൂണിറ്റ് സെല്ലിന് കിട്ടും. അങ്ങനെയുള്ള എത്ര ഫേസ് പാർട്ടിക്കിൾസ് ഉണ്ട്? 6 ഫേസ് ആണുള്ളത്. അപ്പോൾ 6 ഫേസ് പാർട്ടിക്കിൾ ഉണ്ടാവും. അപ്പോൾ അത് അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഫേസ് സെൻറ്റേർഡിൽ എത്ര പാർട്ടിക്കിൾസ് ആകെ ഉണ്ടാവും? Here the atoms are present at the corners and also at the center of each faces. Each corner atom is shared by 8 unit cell and each face atom is shared by 2 unit cell. So number of corner atom equal to 8 into 1 by 8 equal to 1. ഇത് നിങ്ങൾക്ക് മനസ്സിലായോ? ഇവിടെ എത്ര കോർണർ പാർട്ടിക്കിൾസ് ഉണ്ട്? 8 എണ്ണം ഉണ്ട്. അതിൻ്റെ എത്ര പോർഷനാണ് ഒരു യൂണിറ്റ് സെല്ലിന് കിട്ടുക? 1/8. അപ്പോൾ ആകെ കിട്ടുന്ന എത്ര മാത്രമാണ്? 1. ഇനി നമ്പർ ഓഫ് ഫേസ് സെൻറ്റർ ആറ്റംസ്. ഇവിടെ എത്ര ഫേസസ് ഉണ്ട്? 6 എണ്ണം ഉണ്ട്. അതിൽ എത്ര പോർഷനാണ് ഒരു യൂണിറ്റ് സെല്ലിന് കിട്ടുക? ഹാഫ്. അപ്പോൾ 6 into half 3. Therefore total number of atom equal to 1 plus 3 equal to 4. So for an FCC എന്ന് പറഞ്ഞാൽ ഫേസ് സെൻറ്റേർഡ് ക്യൂബിക് യൂണിറ്റ് സെൽ, Z is equal to 4. Z എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഇൻ യൂണിറ്റ് സെൽ. ഇത് വളരെ ഒരു പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമാണ്. 1 മാർക്ക് ക്വസ്റ്റൻ ആയിട്ട് എപ്പോഴും ഞാൻ കാണുന്നുണ്ട്. വാട്ട് ഈസ് ദ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഇൻ FCC? നിങ്ങൾ എഴുതേണ്ട എത്രയാണ്? 4. പിന്നെ ഒരു 3 മാർക്ക് 2 മാർക്ക് ക്വസ്റ്റൻ ആയിട്ട് ചോദിക്കാവുന്നത് കാൽക്കുലേറ്റ് ദ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഇൻ ഫേസ് സെൻറ്റേർഡ് ക്യൂബിക് യൂണിറ്റ് സെൽ. അപ്പോൾ ഇതൊക്കെ നോട്ടിൽ വളരെ വിശദമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിത് നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കണം. ഇപ്പോൾ ഇതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ ഈ വീഡിയോ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്നാണ് എൻ്റെ ധാരണ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് ടെക്സ്റ്റ് ബുക്കിൽ വന്നിട്ടുള്ള ചോദ്യങ്ങളാണ് ഞാനിവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നിങ്ങൾ നോട്ട് പുസ്തകത്തിലേക്ക് എഴുതണം. ചോദ്യം എഴുതണം, ഉത്തരം എഴുതണം. അതോടൊപ്പം നിങ്ങൾക്ക് പഴയകാല ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നും വന്നിട്ടുള്ള ചോദ്യങ്ങളുടെ ഒരു ലിസ്റ്റ് ഞാൻ ഒരു റൈറ്റപ്പ് ആയിട്ട് വാട്സപ്പിൽ ഷെയർ ചെയ്യാം. ആ ചോദ്യങ്ങളും നിങ്ങൾ കോപ്പി ചെയ്ത് അവയുടെ ഉത്തരങ്ങളും നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ നോട്ട്ബുക്കിലേക്ക് പകർത്തി എഴുതണം. ആ നോട്ട് ബുക്ക് മിക്കവാറും നമ്മുടെ സോളിഡ് സ്റ്റേറ്റ് ഈ ഒരു മാസം നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റണമെന്നില്ല. ഒരു ജൂലൈ മാസത്തോടു കൂടി ജൂലൈ ആദ്യത്തോടു കൂടിയിട്ട് നമുക്ക് സോളിഡ് സ്റ്റേറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ സോളിഡ് സ്റ്റേറ്റ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ നോട്ട് പുസ്തകം നിങ്ങളുടെ രക്ഷിതാക്കളോ മറ്റോ സ്കൂളിൽ കൊണ്ടുവന്ന് വെക്കണം. അത് ഞാൻ നോക്കിയിട്ട് എല്ലാം കറക്റ്റ് ചെയ്ത് നിങ്ങൾക്കുള്ള മാർക്കും കാര്യങ്ങളൊക്കെ സ്കോർ ചെയ്യും. ഓക്കെ, താങ്ക്സ്.